ഹലോ നമസ്കാരം എല്ലാവർക്കും നാത്തുൻ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരമ്പരാഗതമായ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിന്ന് കള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കള്ളില്ലാതെ നമ്മൾ വീട്ടിൽ സ്വയമായി തന്നെ കള്ളുണ്ടാക്കിക്കൊണ്ട് ആണ് നമ്മളിന്ന് കള്ളപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് കാണാം. കള്ളപ്പം ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ ഒരു റെസിപ്പി നമ്മൾ കാണിക്കാൻ പോണേ. അതിന് വേണ്ട അരി ഇന്ന് ഞങ്ങളിത് തലേ ദിവസമാണ്, ഇന്ന് രാത്രി ഇപ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അരി നന്നായി കഴുകി വെള്ളത്തിലിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ നേരം വെളുക്കുമ്പോൾ എണീറ്റിട്ട് ഇത് അരി അരയ്ക്കാം. അതിന് വേണ്ടി ഇവിടെ ഒരു തേങ്ങ, ഈ തേങ്ങ ഇന്ന് തന്നെ ഉടച്ച് ഇതിലത്തെ വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ ഇതിൽ നിന്ന് 2 മണി പച്ചരി അരി ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കള്ളിന് പകരം നമ്മളത് ഉപയോഗിക്കാനാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് ഉടച്ച് വെള്ളം എടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതിവിടെ ഉടയ്ക്കാൻ പോകണം. കുറച്ചുകൂടി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ വെള്ളം അരിച്ചെടുക്കാം. നമ്മുടെ ഈ തേങ്ങ വെള്ളത്തിൽ നമുക്കിത് ഈ 2 മണി അരി ഇതിലിടാം. പിന്നെ ഇത്തിരി പഞ്ചസാര. നമ്മുടെ തേങ്ങ വെള്ളത്തിൽ ഈ ഒരു നുള്ളു പഞ്ചസാര ഇടാം. ഈ 2 മണി പച്ചരി ഇട്ട് നമുക്ക് ഇവിടെ എടുത്ത് വയ്ക്കാം. നാളെ നമുക്കിത് കള്ളിൻ്റെ രൂപത്തിലാവും. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ നമ്മുടെ അരി ഇന്നലെ കുതിർത്തിയ അരി നന്നായി കുതിർന്നുണ്ട്. ഇന്നലെ നമ്മൾ രാത്രി വെള്ളത്തിലിട്ടില്ലേ ആ അരിയാണിത്. ഇപ്പോൾ നന്നായി കുതിർന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണി, ഒരു 1/4 സ്പൂണ് ജീരകം, ഒരു 2-3 ചെറിയ വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, 2 ഏലക്കായ നമുക്കതിൽ പൊളിച്ച് അതിൻ്റെ കുരു എടുത്തിടണം. എനിക്ക് തേങ്ങ വേണം, ഒരു തേങ്ങയാണ്, അത് കൂടെ അരയ്ക്കണം. ഇത് നമ്മൾ ഇന്നലെ തേങ്ങ ഉടച്ച് വെച്ച തേങ്ങയിലത്തെ വെള്ളമാണ്. ആ വെള്ളത്തിൽ ഒരു തേങ്ങയുടെ വെള്ളമല്ല, 2 തേങ്ങയുടെ വെള്ളം, കറിക്കും കൂടി എടുത്ത തേങ്ങയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇന്നലെ രാത്രി ഒഴിച്ച് വെച്ചതാണ്. കള്ളിന് പകരമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പോണേ. ശരിക്കും കള്ള് പോലെ തന്നെ ഇതിരിക്കും. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 2 മണി ഈസ്റ്റ് ഇടാം. അതില്ലെങ്കിൽ ഇത് തന്നെ മതി. എന്നാലും പിന്നെ വേണമെങ്കിൽ 2 മണി ഈസ്റ്റ് ഇടാം. അപ്പോൾ അതിനായി ഉണ്ടാക്കി വെച്ചതാണ്. ശരിക്കും ഇത് നമ്മൾക്ക് കള്ളപ്പം എന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കള്ളപ്പമാണ്. അപ്പോൾ ആ കള്ളപ്പത്തിന് കള്ളാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. ഇപ്പം ഇന്നത്തെ കാലത്ത് കള്ള് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ് തേങ്ങ വെള്ളം വെച്ചിട്ട്. അപ്പോൾ ഉണ്ടാക്കിയത് ഇന്നലെ കണ്ടില്ലേ, 2 തരി അരിമണി, പിന്നെ ഒരു 1/4 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് വെച്ച തേങ്ങ വെള്ളമാണിത്. ഇപ്പോൾ ഇത് കള്ള് പോലെ ഇരിക്കുന്നുണ്ട്. നമുക്കിത് അരയ്ക്കുമ്പോൾ അതിൽ കൂടെ ഒഴിച്ചിട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ കുതിർത്തി വെച്ച അരി നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഞങ്ങൾ അരി എടുത്ത കപ്പ് ഇതാണ്. ഇതുകൊണ്ട് 3 കപ്പ് അരിയാണ് നമ്മൾ എടുത്തോണം. അതിലേക്കാണ് ഒരു തേങ്ങയും ഈ തേങ്ങ വെള്ളം ഒക്കെ നമ്മൾ ചേർക്കാൻ പോകണം. ഇതിലേക്ക് നമ്മളൊരു 4 സ്പൂണ് പഞ്ചസാര ഉണ്ടാവും. ചെറിയൊരു മധുരം വേണം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ പഞ്ചസാരയും കൂടി ചേർക്കാം. നമ്മളെടുത്ത് വെച്ച ചുവന്നുള്ളി, വെളുത്തുള്ളി, നമ്മുടെ ജീരകം, ഏലക്ക പൊളിച്ചിടാം. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇടാം. നമ്മുടെ ഉണ്ടാക്കിയ കള്ള് നമുക്കിതിലേക്ക് ഒഴിക്കാം. നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് ഒരു നുള്ള് ഈസ്റ്റ് ഇടുന്നുണ്ട്. ഇനി ഇറക്കാണ്ടിരിക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് തരി. നമുക്കിതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർക്കാം. അരച്ച് വയ്ക്കുമ്പോൾ തന്നെ ചേർത്ത് വയ്ക്കാൻ നല്ലത്. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഒരു കയ്യിൽ ഇതുകൊണ്ട് ഇത്രയും പോകുന്നൊരു കയ്യിലെടുത്ത് നമുക്ക് അധികം അരഞ്ഞാൽ മുന്നിൽ തരിയായിട്ട് തന്നെ ഇത് കുറുക്കാനായിട്ട് എടുക്കാം. മാവ് എല്ലാതും പരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കലക്കി വയ്ക്കാം. ആ മാവ് മാറ്റി വെച്ച മാവും കൂടി നമ്മുടെ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കണ പോലെ നമുക്ക് വെള്ളം ഒഴിച്ച് കുറുക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കലക്കി വയ്ക്കാം. നമ്മുടെ തരി പോലെയുള്ള ഇതിൽ നിന്ന് നമ്മൾ എടുത്തു. അധികം അറിയാണ്ടാണ് നമ്മൾ അതിൽ നിന്ന് ജാറിൽ നിന്ന് എടുത്ത് നോക്കണം കുറുക്കാനായിട്ട്.
നന്നായി ശരിക്കും കുട്ടികൾക്ക് കുറുക്കണ പോലെ കുറുക്കണം. നന്നായി കുറുകണ വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. കൈ വിടാണ്ട് ഇളക്കണം, ഇല്ലെങ്കിൽ അപ്പം അടി പിടിക്കും. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, കുറുതാവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ കുറുക്ക് ഇത് ഇവിടെ നല്ല കട്ടിയായി കുറുക്ക് റെഡി ആയിട്ട് നന്നായി ചൂടാറി നന്നായി തണുത്തതിന് ശേഷം നമ്മുടെ കലക്കി വെച്ച മാവിലേക്ക് നമുക്കിത് ആഡ് ചെയ്യാം. നമ്മുടെ കുറുക്കൊക്കെ അതേപോലെ ഇവിടെ റെഡി ആയിൻ്റെ അതേപോലെ നമുക്കത് അതിൽ ഒഴിച്ചിട്ട് ഇനി നന്നായി കലക്കി അത് നമുക്ക് കുറച്ച് നേരം ഒരു 5 മണിക്കൂറെങ്കിലും നമുക്കത് അടച്ചു വെക്കണം. എന്നിട്ട് വേണം അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് തുറന്ന് അപ്പിക്ക് അത് വീർത്തുണ്ടാവും. അപ്പോൾ നമുക്കത് കള്ളപ്പം ഉണ്ടാക്കാം. ഇനി ഇതുപോലെ തന്നെ ഇളക്കണം കേട്ടോ, നന്നായി ഇളക്കണം. എന്നാൽ ആ കുറുക്കും നമ്മുടെ ഇത് ഒരുമിച്ച് മിക്സ് ആവുള്ളൂ, എന്നാലാണ് ആ മിക്സ് ഇത് കൂടെ യോജിക്കുള്ളൂ. നമ്മുടെ കള്ളപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കാലത്ത് കലക്കി വെച്ച മാവ് ഇവിടെ റെഡിയായി. 5 മണിക്കൂർ കഴിഞ്ഞ് നല്ല മാതിരി പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ദോശത്തവയിലേക്ക് ഇത് ഓരോന്നും ഒഴിച്ച് കള്ളപ്പം ഉണ്ടാക്കാം. നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെയല്ല, നമ്മുടെ കള്ളപ്പത്തിന് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് കുറച്ച് ഇതിലൊന്ന് തൂക്കി കൊടുക്കണം, എന്നാലും അത് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ, കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയിടാം. അപ്പോൾ നമ്മുടെ കള്ളപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കള്ളില്ലാത്ത കള്ളപ്പത്തിൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പുതിയ തലമുറകൾക്കൊന്നും ഇത് അറിയാത്തൊരു റെസിപ്പി ആയിരിക്കും. ദനഹ തിരുനാൾ അല്ലെങ്കിൽ പിണ്ടികുത്തി പെരുന്നാൾ എന്നൊക്കെ പറയും. അന്നാണ് നമ്മളിത് സ്പെഷ്യലായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.